ഗായ്സ്, അപ്പോൾ ചെന്നൈ നൈറ്റ് ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. ഇതിപ്പോൾ സമയം ഒരു 12 മണി കേട്ടോ. ഇതാണ് ചെന്നൈയുടെ അവസ്ഥ. അപ്പോൾ ഞാൻ മെട്രോൻ്റെ സ്ഥലത്താണ്. അപ്പോൾ ഭയങ്കര ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് രാത്രിയൊന്നും വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല, ഭയങ്കര ക്രൗഡൊക്കെയാണ്. ഞാനപ്പോൾ നൈറ്റ് ലൈഫ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാത്രി നടന്നതാണ്. തിരക്കൂടിയ ജീവിതങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെന്നൈയൊക്കെ വരികയാണെന്ന് പറഞ്ഞാൽ പേര് മാത്രമേ ഉള്ളൂ ചെന്നൈ, അല്ലാണ്ട് വേറെ ഒരു കുന്തവും ഇല്ല. അയാൾ സുഖമാണ്, അടിപൊളിയാണ് ചെന്നൈയിൽ ഇരിക്കണമായിരുന്നൊന്നും വിചാരിക്കേണ്ട. ഏറ്റവും എനിക്ക് മോശമായി തോന്നിയിട്ടുണ്ട് ഇവിടെ. നമുക്കൊന്നും പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം വന്നിട്ട് പോകണമെങ്കിൽ ഓക്കെ, പക്ഷേ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ബോറിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഇത് 3rd ഡേ ആണ് ഇവിടുത്തെ. അപ്പോൾ ഞാൻ നൈറ്റ് ഇറങ്ങി നോക്കുകയാണ് ഇവിടെ എങ്ങനെയാണ്, എനിക്ക് പറ്റിയ ഒരു സെറ്റപ്പ് ആണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി ഇവിടെ. പക്ഷെ മോർണിംഗ് ഞാൻ ട്രെയിനിൽ പോകുമ്പോഴാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. നൈറ്റൊന്നും അവർ ആരുമേ ഇല്ല, കുഴപ്പമില്ല. ബട്ട് ഞാൻ എൻ്റെ റൂമിൽ വന്നു, ലോഡ്ജിൽ കയറി. എന്നിട്ട് ഇവിടെ വെള്ളം ശരിയില്ല, വെള്ളമൊന്നും ശരിയില്ല. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ 3rd ഡേ എങ്ങനെയാണ്. നിങ്ങൾക്ക് വല്ല ചെന്നൈയിൽ നല്ല എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സ്ഥലമുണ്ടെങ്കിൽ എനിക്ക് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതെൻ്റെ റൂമാണ്. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് ഇരിക്കാൻ പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. റൂം വലിയ കുഴപ്പമില്ല, 1500 അടുത്താണ് റൂം. അത്യാവശ്യം AC എല്ലാം കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.